എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 10-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തേതാണ് ഇപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ എല്ലാവർക്കും പെൻഷൻ എത്തിയിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇനിയും ലഭിക്കാത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ പെൻഷൻ ID കാർഡ് നമ്പർ വെച്ച് അല്ലെങ്കിൽ ആധാർ നമ്പർ വെച്ച് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് സ്റ്റാറ്റസ് പരിശോധിക്കുക. വിതരണം ചെയ്തിട്ടുണ്ട് ഉണ്ടോ എന്ന് നോക്കുക. മറ്റെന്തെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതും അതിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ പെൻഷനാണ്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിന് ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ വിതരണ നടപടികൾ ആരംഭിക്കും. 24-ന് ശേഷം വിതരണം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. 24-നായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഉണ്ടാവുക. അപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. മാർച്ച് മാസം സർക്കാരിന് വലിയ ചെലവുണ്ടാകുന്ന മാസമാണ്. അപ്പോൾ അതിലെല്ലാം മറികടന്നുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇലക്ഷൻ എടുത്തിരിക്കുകയാണ്, പെൻഷൻ മുടക്കില്ല. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും ഫെബ്രുവരി മാസത്തിൽ വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൂചനകൾ. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. ഇനി പാൻ കാർഡുമായി ബന്ധപ്പെട്ടും മറ്റ് സ്ത്രീകൾക്കുള്ള ധനസഹായ പദ്ധതികളെ കുറിച്ചുമുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. പാൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്, 2025 ഡിസംബർ 31-നകം പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് ഇപ്പോൾ അസാധുവായിരിക്കുക അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. 2026 ജനുവരി 1 മുതൽ ഇവ പ്രവർത്തിക്കുന്നില്ല. പല ആളുകളും ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. ഇതുകൊണ്ട് തന്നെ പാൻ പ്രവർത്തനരഹിതമായാൽ ആദായനികുതി റിട്ടേൺ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനോ 50,000 രൂപയ്ക്ക് മുകളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനോ സാധിക്കില്ല. അപ്പൊ ആരുടെയെങ്കിലും പാൻ കാർഡുകൾ ഇപ്പോൾ ഇൻഓപ്പറേറ്റീവ് ആണ് എങ്കിൽ 1000 രൂപ പിഴ അടച്ച് ആധാറും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ച് വീണ്ടും സജീവമാക്കാൻ കഴിയുന്നതാണ്. പാൻ 2.0 പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനിരിക്കുകയാണ്. ഡിജിറ്റൽ ഐഡന്റിറ്റി, അതായത് കേന്ദ്ര സർക്കാർ പാൻ കാർഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പാൻ 2.0 എന്ന പുതിയ പദ്ധതി ഉടൻ കൊണ്ടുവരും. പുതിയ ആധാർ കാർഡ് പോലെ തന്നെ QR കോഡ് ഉണ്ടായും പുതിയ പാൻ കാർഡിൽ. ഹൈ സെക്യൂരിറ്റി QR കോഡായിരിക്കും ഇത്. ബാങ്കുകൾക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും സ്കാൻ ചെയ്യുന്നതിലൂടെ വിവരങ്ങൾ പെട്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. പക്ഷേ പാൻ കാർഡിന്റെ ദുരുപയോഗം ഇതിലൂടെ തടയാനും സാധിക്കുന്നതാണ്. അതുപോലെ ഈ പാൻ കാർഡുകളും ഇപ്പോൾ ഉണ്ട്. ഡിജിറ്റൽ രൂപത്തിലുള്ള പാൻ കാർഡുകൾക്ക് സർക്കാരുകൾ കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട്. ഇവ ഫോണിലോ ഇമെയിലിലോ സൂക്ഷിക്കുന്നതിലൂടെ എവിടെയും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, പുതിയ ഇൻകം ടാക്സ് ആക്ട് ഉടൻ നടപ്പിലാവാൻ പോവുകയാണ്. നിയമമാറ്റം 1961-ലെ ആദായ നികുതി നിയമത്തിന് പകരം ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വരാനിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പല പഴയ നിയമങ്ങളും 2026 ഏപ്രിൽ 1 മുതൽ മാറാൻ പോവുകയാണ്. അപ്പൊ ഇതിനകം ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് ആരുടെയെങ്കിലും പാൻ കാർഡുകൾ താൽക്കാലികമായിട്ട് പ്രവർത്തനരഹിതമായിട്ടുണ്ട് എങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി നിങ്ങളുടെ പാൻ കാർഡ് സജീവമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നോപ്പറേറ്റീവ് ആണ് എങ്കിൽ ഇതേ ലിങ്കിലൂടെ തന്നെ 1000 രൂപ പിഴ അടച്ച് ആധാറുമായി ബന്ധിപ്പിച്ച് പാൻ കാർഡ് സജീവമാക്കാൻ സാധിക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയുടെ ഭീമ സഖി പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി നിങ്ങൾ 1 രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല. ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് LIC ഏജന്റുമാരാകാനുള്ള പരിശീലനം നൽകും. ഇക്കാലയളവിൽ 7000 മുതൽ 5000 രൂപ വരെ മാസം നൽകുന്നതാണ്. ഇതിനു പുറമെ പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും നൽകുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായ ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇതിനായി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി വിവരങ്ങൾ തേടാവുന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ, വിലാസം തെളിയിക്കുന്ന രേഖ, 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ
സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം. ഒരു വ്യക്തി ഇതിനകം തന്നെ LIC ഏജന്റോ ജീവനക്കാരനോ ആണ് എങ്കിൽ അയാളുടെ ബന്ധുവിന് അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, പിതാമക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയില്ല. കൂടാതെ LICയിൽ നിന്നും വിരമിച്ച ഏതെങ്കിലും ജീവനക്കാർക്ക് മുമ്പോ നിലവിലോ ഏജന്റുമാരായവർക്കും ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് 3 വർഷത്തേക്ക് ഏജന്റ് ആകാനുള്ള പരിശീലനം നൽകും. ഈ കാലയളവിൽ അവർക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റും മാസ ശമ്പളം പോലെ നൽകും. ആദ്യ വർഷം ഏതാനും മാസം 7000 രൂപ ലഭിക്കും. 2ാം വർഷം ഏതാനും മാസം 6000 രൂപ നൽകും. 3ാം വർഷം ഏതാനും മാസം 5000 രൂപയും നൽകുന്നതാണ്. പരിശീലന സമയത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും ലഭിക്കുന്നതാണ്. LIC പോളിസി ലഭിക്കുമ്പോൾ ഈ കമ്മീഷനും നൽകും. അപ്പോൾ താല്പര്യമുള്ളവർ അടുത്തുള്ള LIC ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. മറ്റൊരു അറിയിപ്പ്, തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ, പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗങ്ങളിലുള്ള വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപ വരെ 6% മുതൽ 8% വരെ നിരക്കിൽ നിബന്ധനകൾക്ക് വിധേയമായി സ്വയം തൊഴിൽ വായ്പ നൽകും. 18നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യ വ്യവസ്ഥയിൽ വായ്പ അനുവദിക്കും. www.kswdc.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 23 28 257 എന്ന നമ്പറിലോ 94 96 01 5005 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഈ പറഞ്ഞ നമ്പറിലെ അവസാന അക്കം 5 പകരം 6 ആക്കിയിട്ടു പോസ്റ്റ് ഓഫീസ് വഴി ലഭ്യമാകുന്ന ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ടാറ്റ AIG, ബജാജ് അലയൻസ് തുടങ്ങിയ കമ്പനികളുമായി ചേർന്നാണ് ഈ ഇൻഷുറൻസ് നൽകുന്നത്. സാധാരണക്കാർക്കായി പ്രധാനപ്പെട്ട 2 പ്ലാനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 399 രൂപയുടെ ഒരു പ്ലാനും 299 രൂപയുടെ മറ്റൊരു പ്ലാനുമാണ്. 1 വർഷത്തേക്ക് 10 ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്നത് തന്നെയാണ് 2 പ്ലാനുകളും. എന്നാൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം. പദ്ധതിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. അപകടം സംഭവിച്ചാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ ലഭിക്കും. അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും 10 ലക്ഷം രൂപ ലഭിക്കും. കൂടാതെ ചികിത്സാ ചിലവുകളും ലഭ്യമാകും. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ 60,000 രൂപ വരെയും OPE വിഭാഗത്തിലുള്ള ചികിത്സയ്ക്ക് 30,000 രൂപ വരെയും ക്ലെയിം ചെയ്യാവുന്നതാണ്. വിദ്യാഭ്യാസ സഹായവും ലഭിക്കുന്നതാണ്. അതായത് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എടുത്ത ആളുടെ പരമാവധി 2 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി നിശ്ചിത തുക ലഭിക്കുന്നതാണ്. കൂടാതെ ആശുപത്രിയിലെ നിത്യ ചെലവിനു വേണ്ടി എല്ലാ ദിവസവും 1000 രൂപ പരമാവധി 10 ദിവസത്തേക്ക് ലഭിക്കുന്നതാണ്. ഇനി പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം? 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അതിനുവേണ്ടി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അക്കൗണ്ട് ഇല്ല എങ്കിൽ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ ഇവ തുടങ്ങാനും കഴിയുന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 1 വർഷം കാലാവധിയുള്ള പോളിസിയാണ്. ഓരോ വർഷവും ഇത് പുതുക്കേണ്ടതുണ്ട്. സാധാരണ മരണങ്ങൾക്ക്, അപകടത്തിലൂടെ അല്ലാതെയുള്ള മരണങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല. പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആധാർ കാർഡും അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കയ്യിൽ കരുതണം. പോസ്റ്റ് ഓഫീസിലുള്ള ജീവനക്കാർ നിങ്ങളുടെ ബയോമെട്രിക് ഉപയോഗിച്ചോ OTP വഴിയോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇൻഷുറൻസ് ആക്ടിവേറ്റ് ചെയ്തു തരും. പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ട് എങ്കിൽ അതിൽ നിന്നും പണം ഈടാക്കുകയാണ് ചെയ്യുക. കൂടാതെ മൊബൈൽ ഫോണിലൂടെ ആപ്പ് വഴി സ്വന്തം ഇത് രജിസ്റ്റർ ചെയ്യാനാകും. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിന്റെ IPPB മൊബൈൽ ബാങ്കിംഗ് എന്ന ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലാണ് ഇത് സാധ്യമാകുക. ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം ഹോം പേജിൽ ഇൻഷുറൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ മൊബൈൽ ആപ്പ് വഴി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 400 രൂപയെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇൻഷുറൻസ് എടുത്ത് 1 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലേക്ക് പോളിസി ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ്. 399
299 എന്നിങ്ങനെ 2 പ്ലാനുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ രണ്ടിലും വ്യത്യാസം മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യവും ആശുപത്രി ചെലവിലേക്കുള്ള ദിവസേനയുള്ള 1000 രൂപയും 399ന്റെ പ്ലാനിലാണ് ഉള്ളത്. 299ൽ അതില്ല. ബാക്കിയുള്ളവ എല്ലാം 2 പ്ലാനിലും ഒരേപോലെയാണ്. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ